മുഹമ്മദ്, ഞാൻ രാത്രിയിൽ വേട്ടയ്ക്കിറങ്ങുമ്പോൾ ഒരു സത്യം തിരിച്ചറിഞ്ഞു. ദൈവത്തെ ആർക്കും കുടിയിരുത്താനാവില്ലെന്ന്. ഹംസയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അത്ഭുതം. സിംഹങ്ങളെ വേട്ടയാടുകയും വീഞ്ഞു കുടിച്ച് ബോധമില്ലാതെ നടക്കുകയും ചെയ്യുന്ന അയാൾ പോലും മുഹമ്മദിനൊപ്പം ചേർന്നിരിക്കുന്നു. നമ്മൾ ആക്രമിക്കും തോറും മുഹമ്മദിന് അനുയായികൾ കൂടുകയാണ്. എവിടെ നിന്നാണ് അയാൾക്ക് ഈ വചനങ്ങളൊക്കെ കിട്ടുന്നത്? എനിക്കറിയില്ല. എഴുത്തും വായനയും അറിയാത്ത ഒരാൾ മലമുകളിൽ പോയി 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു ഉജ്ജ്വല കവിതയുമായി തിരിച്ചു വരുന്നത്? പക്ഷേ അത് കവിതയല്ല, ദൈവവചനങ്ങളാണെന്നാണ് അവൻ പറയുന്നത്. ഒരാളുടെ ശക്തി എന്താണെന്നറിയാതെ എങ്ങനെയാണ് നമ്മൾ അയാളുമായി പോരാടുക? മുഹമ്മദ് വാഗ്ദാനം ചെയ്യുന്നത് സ്വർഗമാണ്, ആകാശത്തിലൊരു പൂന്തോട്ടമാണ്. അതുകൊണ്ടാണ് അയാൾക്ക് ചുറ്റും ആൾക്കാർ കൂടുന്നത്. ആദ്യമായി മുഹമ്മദിനോടുള്ള ആളുകളുടെ താല്പര്യം കുറയ്ക്കണം. അവരുടെ ദുർബലരിൽ നിന്ന് നമുക്ക് തുടങ്ങാം. കൈ വലിച്ചു പിടിക്ക്. ആരാ നിന്റെ ദൈവം? ഉത്തരം പറയൂ. പറയാൻ ആരാടി നിന്റെ ദൈവം? പറയടി. ദൈവം ഒന്നേ ഉള്ളൂ. മുഹമ്മദ് ദൈവത്തിന്റെ പ്രവാചകനാണ്. അമ്മാർ, നിന്റെ ഉമ്മയും ഉപ്പയുമാണ് ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷികൾ. അവർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടത് സ്വർഗമാണ്.
നിങ്ങൾക്ക് എത്ര കാലം ഇവരുടെ പീഡനം അനുഭവിക്കാൻ കഴിയും? നമ്മോട് മക്ക വിട്ടു പോകാൻ തിരുമേനി കൽപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ഇവിടെ നിന്നാൽ ഓരോരുത്തരെയായി അവർ കൊന്നു തീർക്കും. അബിസീനിയയിൽ ഒരു ക്രിസ്ത്യൻ രാജാവുണ്ടെന്ന് തിരുമേനി പറയുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്ത് ആരും അന്യായമായി ഉപദ്രവിക്കപ്പെടില്ല. നിങ്ങൾ ഉടൻ പുറപ്പെടണം, ഇന്നു തന്നെ. പെട്ടെന്ന് മാറിക്കോളൂ. അൽഹംദുലില്ലാ, അല്ലാഹുവിനെ സ്തുതി. ഇനി നമുക്ക് പോവാം. അവരവിടെ തന്നെ ഉണ്ടായിരുന്നു, കഴുകന്മാർക്ക് താഴെ മരുഭൂമിയിൽ. നിങ്ങൾ അവരെ രക്ഷപ്പെടാൻ അനുവദിച്ചു. രക്ഷപ്പെടുകയോ? അവരപ്രത്യക്ഷരായതാണ്. മുഹമ്മദ് ഇവിടെ താമസിക്കുന്നുണ്ട്. അവരിലെ പാവങ്ങളാണ് നാടുവിട്ടത്. ശക്തരായാലും ദുർബലരായാലും നമ്മുടെ പേരിന് കളങ്കം ചാർത്തും. നമ്മൾ സത്യസന്ധരായ കച്ചവടക്കാരാണ്. ഉത്തമ വിശ്വാസത്തിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന നമ്മൾ ഇത് സഹിക്കില്ല. അബ്സീനിയ, അമ്ര, നജാഷി ചക്രവർത്തിയുടെ സുഹൃത്തല്ലേ നീ? അതെ. നിന്റെ സൗഹൃദം നിനക്ക് ഉപയോഗിച്ചൂടെ? എനിക്കവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണോ? പുറപ്പെട്ടോളൂ. താങ്കൾക്ക് എന്താണ് വേണ്ടത്? എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. ജൂഡായുടെ സിംഹമേ, എങ്ങനെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സൗഹൃദം തന്നെ ആവട്ടെ, അവിടുന്ന് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് താങ്കളുടെ നാട്ടിലേക്ക് ചില അടിമകൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അടിമകൾ തിരിച്ചുപോയിക്കൊള്ളും. ഞങ്ങളുടെ അടിമകളെ ഇങ്ങോട്ട് തിരിച്ചയക്കേണ്ട ആവശ്യമില്ല. അവരിൽ കുറച്ചാളുകൾ അടിമകളല്ല, സ്വതന്ത്രരാണ്, കലാപകാരികൾ. കലാപകാരികൾ? അവർ അറേബ്യയിൽ ശല്യക്കാരാണെങ്കിൽ എന്തുകൊണ്ട് നമ്മെ അറിയിച്ചില്ല?
അവർ മതത്തിനെതിരെയുള്ള കലാപകാരികളാണ്. എല്ലാ കാലത്തും മതങ്ങളിലും കലാപകാരികൾ ഉണ്ടായിട്ടുണ്ട്. അടിമകളുടെ ശരീരത്തിന് മുകളിൽ മാത്രമല്ലേ നമുക്ക് ആധിപത്യം ഉണ്ടായിട്ടുള്ളൂ. മഹാനായ യേശുക്രിസ്തു പറഞ്ഞത് മനുഷ്യരുടെ ആത്മാവ് അവനെന്ന ഇടയന്റെ ആട്ടിൻകൂട്ടമാണ്. ഇവർ അവരുടെ പിതാക്കന്മാരുടെ മതത്തെ വഞ്ചിച്ച അറബികളാണ്. പ്രവാചകനെന്ന് വിളിക്കുന്നൊരു ഭ്രാന്തനെയാണ് അവർ പിൻപറ്റുന്നത്. അവർക്ക് പറയാനുള്ളത് കേൾക്കാതെ അവരെ തടവിലിടാൻ എനിക്ക് സാധ്യമല്ല. അവരുടെ കുനിയാത്ത തലകൾ, അതുമതി അവർക്ക് തൂക്കുമരം ലഭിക്കാൻ. നിങ്ങൾ നിങ്ങളുടെ പ്രവാചകന് മുമ്പിൽ തല കുനിക്കാറില്ലേ? മുഹമ്മദ് ഒരു മനുഷ്യനാണ്. ഞങ്ങൾ ദൈവത്തിനു മുമ്പിൽ മാത്രമേ തലകുനിക്കൂ. മുഹമ്മദിന്റെ അത്ഭുത സിദ്ധികൾ എവിടെ ജാഫർ? അവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ അത്ഭുത സിദ്ധികൾ കൊണ്ട് ഈ ആകാശം നിറയ്ക്കുമായിരുന്നു. വളരെ ശരിയാണത്. ദൈവം പ്രവാചകന്മാർക്ക് അവരെ തിരിച്ചറിയാൻ വേണ്ടി ചില അത്ഭുത സിദ്ധികൾ നൽകാറുണ്ട്. മുഹമ്മദിന്റെ ദിവ്യാത്ഭുതം പരിശുദ്ധ ഖുർആനാണ്. ഒരു പുസ്തകം ദൈവത്തിന്റെ പേരും പറഞ്ഞ് അക്ഷരാഭ്യാസമില്ലാത്ത ഒരുത്തൻ എഴുതിയത്. ചക്രവർത്തിക്ക് ഇത്രയും കേട്ടത് പോരെ? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് ദൈവം അയച്ചു കൊടുത്തത് തീയുടെ നാവുകളായിരുന്നു. അപ്പോഴവർ ലോകത്ത് അവർക്കറിയാത്ത വിവിധ ഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി. ഇക്കാലത്തും ഇത്തരം അത്ഭുതങ്ങൾ നടക്കുമെന്നാണോ? കേട്ടത് മതി, പിടിച്ചു കെട്ടവരെ. മക്കയിലെ പീഡനം സഹിക്കാൻ വയ്യാതായപ്പോഴാണ് തിരുമേനി ഞങ്ങളെ താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. നീതിമാനും മനുഷ്യസ്നേഹിയുമായ താങ്കളുടെ അടുത്തേക്ക്. അവർ പീഡനമെന്ന് പറയുന്നത് അവർക്ക് കിട്ടേണ്ട ശിക്ഷയായിരുന്നു. അതാണ് നിയമം. പ്രവാചകൻ എന്തിനാ നിങ്ങളെ ഇങ്ങോട്ട് അയച്ചത്? കാരണം താങ്കളും ഞങ്ങളെപ്പോലെ ഏകദൈവത്തിന്റെ ഗ്രന്ഥത്തിൽ വിശ്വസിക്കുന്നു. താങ്കളുടെ വിശാല ഹൃദയത്തിൽ ദൈവം ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം കരുതി. ഇവരോട് സംസാരിക്കുന്നത് വെള്ളത്തിൽ എഴുതുന്നത് പോലുള്ള ഒരു പാഴ്വേലയാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് സുഹൃത്തെ. പറയൂ. വർഷങ്ങളോളം ഞങ്ങൾ കല്ലിനെയും മരങ്ങളെയും ആരാധിച്ചു. ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഓരോരോ രൂപങ്ങളെ. ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയിൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾക്ക് ഭൂമിയിലെ നിയമമല്ലാതെ ദൈവത്തിന്റെ നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല. പണക്കാരൻ പാവങ്ങളെയും കാരുണ്യത്തെയും തള്ളിക്കളഞ്ഞു. തളർന്നു വീഴുന്ന തന്റെ സഹോദരനെ കൈപിടിച്ചുയർത്തുന്നത് നിലവിലെ സാമൂഹികക്രമത്തിന് വിരുദ്ധമായി അവർ വ്യാഖ്യാനിച്ചു. ഈ മനുഷ്യത്വമില്ലാത്ത സമൂഹത്തിന് മാതൃകയായി ദൈവം ഒരാളെ കാണിച്ചു തന്നു. ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. വികാരം കൊള്ളാതെ ശാന്തമായി സംസാരിച്ചോളൂ. ഞാൻ സംസാരിക്കുന്നത് ദൈവദൂതനു വേണ്ടിയാണ്. മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചത് ഏകദൈവത്തെ ആരാധിക്കാനാണ്, സത്യം മാത്രം പറയാനാണ്, തന്നെപ്പോലെ തന്റെ അയൽവാസിയെയും സ്നേഹിക്കാനാണ്, ധർമ്മം ചെയ്യാനാണ്. ഒരു പുഞ്ചിരി പോലും ധർമ്മമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. സ്ത്രീകളുടെ അഭിമാനം സംരക്ഷിക്കാൻ, അനാഥർക്ക് അഭയം നൽകാൻ, കല്ലുകളുടെയും മരങ്ങളുടെയും ദൈവങ്ങളിൽ നിന്ന് വഴിമാറിപ്പോകാൻ. ഈ ദൈവനിഷേധം കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞങ്ങളൊരു പുരാതന സംസ്കാരത്തിന്റെ ആളുകളാണ്. ദൈവത്തിനെ അറിയാത്ത ആളുകൾക്ക് അതിനെ കല്ലെന്നും മരമെന്നും വിളിക്കാനാവൂ. ബിംബങ്ങളുടെ ബാഹ്യരൂപത്തെയല്ല, മറിച്ച് അതിനുള്ളിൽ കുടികൊള്ളുന്ന ആത്മാവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ശരിയാണ്. ബിംബാരാധന എല്ലാവർക്കും എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നന്ദി തിരുമനസേ. ഇനി ഇവർ സ്ത്രീകളെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് കേട്ടോളൂ. ദൈവം സ്ത്രീയെ പുരുഷന്റെ ഇണയായാണ് സൃഷ്ടിച്ചത്. അവൾ വ്യത്യസ്തയാണെങ്കിലും പുരുഷന് തുല്യാണ്. തുല്യരോ? നമ്മൾ അവരെ വിലയ്ക്ക് വാങ്ങുന്നു.
തീറ്റിപ്പോറ്റുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, ഉപയോഗിക്കുന്നു, ഉപേക്ഷിക്കുന്നു. എന്നിട്ടവർ നമുക്ക് തുല്യരാണത്രേ. ദൈവം മനുഷ്യനെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. ആമ്ര, നിന്നെ ഗർഭം ധരിച്ച സ്ത്രീയെപ്പോലെ നീ എല്ലാ സ്ത്രീകളെയും ബഹുമാനിക്കണം. എന്തുപറ്റി? അവന്റെ ഒരു ദൈവം വാചാലനാകുമ്പോൾ നിങ്ങളുടെ 300 ദൈവങ്ങൾക്കും മിണ്ടാട്ടമില്ലേ? ദൈവം ഇതിനു മുമ്പും നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിലൂടെയും നൂഹിലൂടെയും മൂസയിലൂടെയും ഈസയിലൂടെയും നമ്മളത് കേട്ടതല്ലേ? ഇപ്പോൾ മുഹമ്മദിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ എന്താണ് ഇത്ര അത്ഭുതം? ആ പേരുകളെല്ലാം നിങ്ങളെ ആരാണ് പഠിപ്പിച്ചത്? ആ പേരുകളെല്ലാം ഖുർആനിലുണ്ട്. മുഹമ്മദിനെ എനിക്കറിയാം. ആടിനെ മേച്ച് നടന്നിരുന്ന ഒരു അനാഥനായിരുന്നു അവൻ. ഞങ്ങളുടെ ക്രിസ്തു ഒരു മരപ്പണിക്കാരനായിരുന്നു. ക്രിസ്തു പറഞ്ഞത് തന്നെയാണ് മുഹമ്മദ് പറയുന്നത്. ആ 2 കിരണങ്ങളും ഒരേ വെളിച്ചത്തിൽ നിന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ തള്ളി പറയുന്നവരാണിവർ. പിതാവെന്നും പുത്രനെന്നും പരിശുദ്ധാത്മാവെന്നും 3 ദൈവങ്ങളുണ്ട് നിങ്ങൾക്കെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ദൈവത്തിന് പുത്രനുണ്ടാവില്ലെന്നാണ് ഇവർ പറയുന്നത്. ക്രിസ്തു ദൈവപുത്രനല്ലത്രേ. ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങൾ പറയൂ. ഞങ്ങൾ ക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നത് ഞങ്ങളെ പ്രവാചകൻ പഠിപ്പിച്ചതാണ്. മറിയം എന്ന പേരുള്ള കന്യകയുടെ ഉദരത്തിൽ ദൈവം തന്റെ ചൈതന്യം പകർന്നു. അവർ ഗർഭം ധരിച്ചു. അങ്ങനെയാണ് ഈസ എന്ന പ്രവാചകൻ പിറന്നത്. പ്രവാചകൻ പുത്രനല്ല. ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് എന്തത്ഭുതമാണ് നിങ്ങളുടെ ഖുർആൻ പറയുന്നത്? ഞാനത് വിശദീകരിച്ചു തരാം. ഇങ്ങോട്ട് അടുത്തേക്ക് വരൂ. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ. ഈ വേദത്തിൽ മറിയമിന്റെ വൃത്താന്തം വിവരിച്ചുകൊള്ളുക. അവൾ സ്വജനത്തിൽ നിന്നകന്ന് കിഴക്കുവശത്ത് ഏകാന്തിയായി കഴിഞ്ഞ സന്ദർഭം. അവൾ ഒരു തിരശ്ശീലിയിട്ട് മറഞ്ഞിരിക്കുകയായിരുന്നു. ഈ അവസരത്തിൽ നാം നമ്മുടെ മലക്കിനെ അവരിലേക്ക് അയച്ചു. മലക്ക് തികഞ്ഞ മനുഷ്യരൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. പെട്ടെന്ന് മറിയം പറഞ്ഞു, ഞാൻ നിങ്ങളിൽ നിന്ന് കാരുണ്യവാനായ അള്ളാഹുവിൽ അഭയം തേടുന്നു. നിങ്ങൾ ഒരു ദൈവഭയമുള്ളവനാണെങ്കിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്റെ റബ്ബിന്റെ ദൂതനാകുന്നു, നിനക്ക് വിശുദ്ധനായൊരു പുത്രനെ തരുന്നതിനു വേണ്ടി നിയുക്തനായവൻ. മറിയം പറഞ്ഞു, എനിക്ക് പുത്രനുണ്ടാവുന്നത് എങ്ങനെ? എന്നെ ഒരു പുരുഷനും സ്പർശിച്ചിട്ട് പോലുമില്ല. ഞാൻ ദുർനടത്തക്കാരിയുമല്ല. മലക്ക് പറഞ്ഞു, അவ்விധം തന്നെ സംഭവിക്കും. അപ്രകാരം പ്രവർത്തിക്കുക എനിക്ക് വളരെ നിസ്സാരമാണെന്ന് നിന്റെ റബ്ബ് പറയുന്നു. ആ കുഞ്ഞിനെ ജനങ്ങൾക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും ആക്കേണ്ടതിനത്രേ നാം ഇങ്ങനെ ചെയ്യുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലുള്ള വ്യത്യാസം ഈ വരയേക്കാൾ വലുതല്ല. ഒരു മലയോളം സ്വർണം തരാമെന്ന് പറഞ്ഞാലും ഇവരെ നിങ്ങൾക്ക് വിട്ടുതരില്ല. നിങ്ങൾക്ക് സമാധാനമായി അബ്സീനിയയിൽ ജീവിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാലം അത്രയും ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. നന്മകൾ വരട്ടെ. അസഹനീയം. മുഹമ്മദ് നമ്മുടെ വിദേശ ബന്ധങ്ങൾക്ക് പോലും കടിഞ്ഞാണിട്ടിരിക്കുന്നു. വളരെ നല്ലത്. പക്ഷേ അവനെ നമുക്കും ഒരു വിദേശിയാക്കണം. അബൂ താലിബിന്റെ സംരക്ഷണത്തിലാണവൻ. അതതിനേക്കാൾ നന്നായി അവരെ 2 പേരെയും നാട്ടിൽ നിന്നും പുറത്തെറിയണം. കുടുംബത്തെ കൂട്ടത്തോടെ കെട്ടുകെട്ടിക്കണം. അവരുടെ ഒരു കുട്ടി പോലും ഈ നാട്ടിൽ അവശേഷിക്കാൻ പാടില്ല. മുഹമ്മദിനെ തള്ളിപ്പറയും വരെ ആരും ഇവരുമായി കച്ചവടം നടത്തരുത്. അവർക്കിവിടെ ഭൂമിയില്ല. ആരും കിടക്കാനിടം കൊടുക്കരുത്. ഒരുത്തനും അവർക്ക് ഭക്ഷണം കൊടുക്കരുത്. ആരും ഇവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്.
പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും ദുരിതം നിറഞ്ഞ ദിനങ്ങളായിരുന്നു ഇത്. 3 വർഷത്തോളം മരുഭൂമിയിൽ വിശപ്പും ദാഹവും സഹിച്ച് അവർ ജീവിച്ചു. പക്ഷേ തിരുമേനിക്ക് ഏറ്റവും താങ്ങാനാവാത്ത വേദന അദ്ദേഹത്തിൻ്റെ ഭാര്യ ഖദീജ ബീവിയുടെ മരണമായിരുന്നു. പ്രവാചകന് സംരക്ഷണം നൽകിയ അബൂ ത്വാലിബ് തൻ്റെ മരണസമയത്ത് പോലും മക്കയെയും തിരുമേനിയെയും സമവായത്തിലെത്തിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. ഒരു ദൈവം എന്നൊരു വാക്കല്ലാതെ അവൻ കൂടുതലായൊന്നും നിങ്ങളോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അല്ലാഹു മാത്രം. ഒരു വാക്കിന്റെ പ്രശ്നമാണെങ്കിൽ പകരം 10 വാക്കുകൾ ഞങ്ങൾ കൊടുത്തേനെ. പക്ഷേ ആ ഒരു വാക്ക് ഞങ്ങളുടെ മുഴുവൻ ദൈവങ്ങളെയും ഇല്ലാതാക്കും. അവന്റെ വാക്കുകൾ കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് പേടിയാണ്. അബൂ ത്വാലിബിന്റെ മരണത്തോടെ തിരുമേനിക്ക് സർവ്വസംരക്ഷണവും നഷ്ടപ്പെട്ടു. അദ്ദേഹം ഒട്ടും സുരക്ഷിതനല്ലാതായി. തൻ്റെ വളർത്തുപുത്രൻ സയ്യിദിനൊപ്പം അദ്ദേഹം ത്വായിഫിലേക്ക് പോയി. സത്യസന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള അനുവാദത്തിനായി അദ്ദേഹം ത്വായിഫ് ജനതയോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അവർ തെരുവുകുട്ടികളെ കൊണ്ട് പ്രവാചകനെ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ത്വായിഫും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത്? നിർത്തൂ, നിർത്തൂ, അദ്ദേഹത്തെ വെറുതെ വിടൂ. ഈ കുട്ടികളോട് അടങ്ങിയിരിക്കാൻ പറയൂ. അവർ അള്ളാഹുവിന്റെ പ്രവാചകനെയാണ് ഉപദ്രവിക്കുന്നത്. നിർത്തൂ, നിർത്താൻ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കൈപ്പേറിയ ദിനം എന്നാണ് തിരുമേനി ഈ ദിനത്തെ വിശേഷിപ്പിച്ചത്. എന്നാൽ പ്രവാചകന്റെ ദൗത്യം പരാജയപ്പെട്ടു എന്നു കരുതിയെടുത്ത് കാര്യങ്ങൾ അത്ഭുതകരമായി പെട്ടെന്ന് മാറിമറിഞ്ഞു. തമ്മിൽ കലഹിച്ച് സ്വയം നശിച്ചുകൊണ്ടിരുന്ന മദീനയിൽ നിന്നും ഒരു സംഘം അദ്ദേഹത്തെ അക്കബ പാറയിടുക്കിൽ വെച്ച് കാണാനായി രാത്രി വന്നു. കലഹിച്ചുകൊണ്ടിരുന്ന പല വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാനായി മധ്യസ്ഥം വഹിക്കുവാൻ അവർ തിരുമേനിയോട് അഭ്യർത്ഥിച്ചു. ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് ശപഥം ചെയ്യണം എന്ന ഉപാധിയോടെ അദ്ദേഹം ആ അഭ്യർത്ഥന സ്വീകരിച്ചു. നിൽക്കൂ. ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ നാം അറേബ്യൻ ജനതയിൽ നിന്നും സ്വയം പുറത്താവുകയാണ്. അതുകൊണ്ട് കാത്തിരിക്കുക. ഈ പ്രതിജ്ഞയിൽ യുദ്ധമുണ്ട്. സ്വന്തം സഹോദരങ്ങളെ ശത്രുക്കളാക്കേണ്ടി വരും. നമ്മുടെ ദൈവങ്ങളെ കത്തിക്കേണ്ടി വരും. അതാണ് ഈ പ്രതിജ്ഞയുടെ അർത്ഥം. കരാർ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞോട്ടമില്ല. തീർച്ചയായും മുഹമ്മദ് അള്ളാഹുവിന്റെ പ്രവാചകനാണ്. സത്യം. ഇക്കാര്യം നേരത്തെ തന്നെ ജൂതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രതിജ്ഞയിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അവർക്ക് പിരിഞ്ഞു പോകാം. ഇക്കൂട്ടത്തിൽ സംശയമില്ലാത്തവർ ഞാൻ പറയുന്നത് പോലെ പറയുക. ഏകദൈവമായ അള്ളാഹുവിന്റെ നാമത്തിൽ അവന്റെ ദൂതനായ മുഹമ്മദിന്റെ മുമ്പിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. അദ്ദേഹം നമ്മുടേതും നമ്മൾ അദ്ദേഹത്തിൻ്റെതുമാണ്. അദ്ദേഹത്തെയും അനുയായികളെയും നമ്മൾ കൊണ്ടുപോകുന്നു മദീനയിലേക്ക്. ലോകത്തെ മാറ്റിമറിച്ച ഒരു യാത്രയായിരുന്നു മദീനയിലേക്കുള്ള ഹിജ്റ.
70 പേരുടെ സംഘം ചെറിയ കൂട്ടങ്ങളായി മരുഭൂമിയിലൂടെ 250 മൈൽ താണ്ടി. പക്ഷേ അതിൻ്റെ പരിണിതഫലം വളരെ വലുതായിരുന്നു. മുസ്ലിം കലണ്ടർ ആരംഭിക്കുന്നത് ഇവിടെയാണ്. ഇവിടെയാണ് ഇസ്ലാമിൻ്റെ ഭാവിയുടെ തുടക്കം. തൻ്റെ അനുയായികളെല്ലാം രക്ഷപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തുന്നതുവരെ തിരുമേനി മക്കയിൽ തന്നെ തങ്ങി. മുഹമ്മദ് ഒരു രാഷ്ട്രമായി മാറിക്കഴിഞ്ഞു. പട്ടണം അവനെ സ്വീകരിച്ചു. സന്ധികളും ശപഥങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. മദീനയിലെ രാജാവാകുമെന്ന് സ്വയം അവകാശപ്പെടുന്ന സുലൂലെ, നീ അറിഞ്ഞിട്ടില്ല നിന്റെ രാജ്യം നഷ്ടമായത്. അബൂ സുഫിയാൻ, നീ നിന്റെ കാര്യം ആലോചിക്കൂ. ഓരോ പ്രാവശ്യവും നിനക്ക് കച്ചവടത്തിനായി സിറിയയിലേക്ക് പോകണമെങ്കിൽ മദീന വഴി പോകണം. തന്ത്രപൂർവ്വം കളിച്ചില്ലെങ്കിൽ നിന്റെ കച്ചവട സംഘത്തിന്റെ കഥ കഴിയും. അതാണ് ഞാൻ പറയുന്നത്. എന്തു ചെയ്യാനാ നിന്റെ ഉദ്ദേശം? കാത്തിരിക്കാനാണ് എന്റെ തീരുമാനം. എത്ര കാലം വരെ നീ കാത്തിരിക്കും? നീയും ബാക്കി അറബികളും അവനെ ഒഴിവാക്കും വരെ. നീ കാത്തിരിക്കുമ്പോൾ ദൈവത്തിലേക്കുള്ള അവന്റെ വിളി ഞാൻ സ്വീകരിക്കും. എന്റെ ജന്മാവകാശം ഞാൻ അവന് നൽകിയതായിട്ട് അവൻ വിചാരിക്കും. പക്ഷെ ഞാനത് ചെയ്യില്ല. മദീന മതം മാറ്റത്തിനു പറ്റിയ സ്ഥലമാണോ? കാപട്യം. അതെ, ആരോഗ്യകരമായ കാപട്യം. സുലൂൽ രാജാവേ, ഒരു ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് 5 നേരം തല നിലത്തുമുട്ടിക്കുന്നത് എന്തിനാണ്? എനിക്ക് വിശ്വാസമില്ല. നീ വിശ്വസിക്കണമെന്നില്ല. ഇതൊക്കെ മുമ്പ് തന്നെ തീർക്കണമായിരുന്നു. അവനെ കൊല്ലേണ്ടിയിരുന്നു. വരൂ, വന്ന് കാണൂ. വിവിധ കുടുംബങ്ങളിൽ നിന്നായിട്ട് 7 ചെറുപ്പക്കാർ. അവരുടെ കൂടെ എന്റെ മകൻ ഇക്രിമയും ഉണ്ടാവും. അവർ മുഹമ്മദിനെ ഒരുമിച്ച് കുത്തിക്കൊന്നു. അതിന്റെ ഉത്തരവാദിത്വം ഈ കുടുംബങ്ങളിലെല്ലാം വിഭജിക്കപ്പെടുമ്പോ ആരുടെ പേരിലും കുറ്റം ഉണ്ടാവില്ല. എങ്ങനെയുണ്ട്? അത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം മുഹമ്മദിന്റെ ശരീരം ഉൾക്കൊള്ളാവുന്നതിനും അപ്പുറമാണ് അവന്റെ മനസ്സ്, വാക്കുകളെല്ലാം. എന്നാലും അത് സമർത്ഥമായ ഒരാശയമാണ്. അവസാനത്തേതും. അലിയാണ് മുഹമ്മദിന് പകരം മരിക്കാൻ തയ്യാറായത്. ആരോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്? അവർ അധിക ദൂരം പോയിട്ടില്ല. എല്ലാ വഴികളും നിരീക്ഷിക്കുന്നുണ്ട്. അവൻ മരുഭൂമിയിലെത്തിയിട്ടുണ്ടാവും. മുഹമ്മദിനെ ജീവനോടെയോ അല്ലാതെയോ കൊണ്ടുവരുന്നവർക്ക് മക്ക 100 ഒട്ടകങ്ങളെ സമ്മാനമായി നൽകുന്നതായിരിക്കും. അവർ 3 പേരുണ്ടായിരിക്കും, മുഹമ്മദും അബൂബക്കറും പിന്നെ അവർക്ക് വഴികാട്ടുന്ന ഒരാളും. എന്താണത്? അവരൊട്ടകത്തെ മേയ്ക്കുന്നവരല്ല,
ഈന്തപ്പഴം കഴിക്കുകയായിരുന്നു. പട്ടണത്തിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു. നീ എന്താ ഇവിടെ നിൽക്കുന്നത്? മദീനയിലേക്ക് വടക്കോട്ടല്ലേ? അവരുണ്ടാക്കിയ വഴിയാണത്, ഞാനുണ്ടാക്കിയതല്ല. അവരിങ്ങോട്ടാണ് പോയതെന്ന് നിനക്കെങ്ങനെ അറിയാം? എനിക്കെന്റെ കല അറിയാം. ശരിയാണ്. മണം പിടിച്ച് പക്ഷികളെപ്പോലും പിന്തുടരാനുള്ള കഴിവുള്ളവനാണ് നീ എന്നാണ് ആളുകൾ പറയുന്നത്. നമുക്ക് അവന്റെ കൂടെ പോകാം. മുഹമ്മദ്, മര്യാദയ്ക്ക് പുറത്തു വന്നാ നിനക്ക് സ്വൈര്യമായിട്ട് മക്കയിൽ ജീവിക്കാം. മുഹമ്മദ്, പുറത്തേക്ക് വരാനാണ് പറഞ്ഞത്. അവർ അകത്തുണ്ടാകാൻ സാധ്യതയില്ല. ഈ ചിലന്തിവല പൊട്ടിയിട്ടില്ലല്ലോ. ശരിയാണ്, അടയിരിക്കുന്ന പ്രാവിനെയും കണ്ടില്ലേ? നമുക്ക് വഴി പിഴച്ചു. വടക്കോട്ടാണ് പോകേണ്ടിയിരുന്നത്. എന്നാൽ നമുക്ക് പുറപ്പെടാം. അവരെ കണ്ടുപിടിക്കാൻ നമുക്ക് ഇനിയും സമയമുണ്ട്. ജൂൺ മാസത്തിലെ പൊള്ളുന്ന ചൂടിൽ മരുഭൂമിയിലെ പാദസ്പർശമേൽക്കാത്ത പുതിയ വഴികളിലൂടെ വഴികാട്ടി തിരുമേനിക്കും അബൂബക്കർ സിദ്ദീഖിനും രക്ഷയുടെ വഴി കാണിച്ചു കൊടുത്തു. മദീനയിൽ അദ്ദേഹത്തെ വരവേൽക്കാൻ അനുയായികൾ കാത്തുനിന്നു. യാത്രാമധ്യേ അദ്ദേഹം നേരിടേണ്ടി വരുന്ന അപകടങ്ങളെക്കുറിച്ച് അവർ വ്യാകുലരായി. കാണുന്നുണ്ടോ? ഇല്ല, ഒന്നും കാണുന്നില്ല. അദ്ദേഹം ഒരു മനുഷ്യനാണ്. ഈ ചൂട് താങ്ങാൻ ആർക്കും ആവില്ല. ഞാൻ കണ്ടു, അവര് തന്നെ വരുന്നുണ്ട്. എവിടെയെങ്കിലും പോയി വിളിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷെ നിന്നെ എനിക്ക് സ്വതന്ത്രരാക്കേണ്ടി വരും.